ഹായ് വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 3ാം ക്ലാസ്സുകാരുടെ മാത്സിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ചതുരം അഥവാ റെക്റ്റാങ്കിളിനെ കുറിച്ചാണ്. ഈ ഒരു രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചതുരമെന്ന് പറയുന്നത്. ഇനി ഒരു റെക്റ്റാങ്കിൾ അഥവാ ചതുരത്തിൻ്റെ പ്രത്യേകതകളാണ്. റെക്റ്റാങ്കിൾ ഹാവ് 4 സൈഡ്സ്. ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ വശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഈ വശങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒരു വശം, ഇത് രണ്ടാമത്തെ, ഇത് 3, ഇത് 4. ഇനി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഈ സൈഡും ഇതെങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അതുപോലെ ഈ സൈഡും തുല്യമായിരിക്കും. ഇനി റെക്റ്റാങ്കിൾ ഹാവ് 4 കോർണേഴ്സ്. ചതുരത്തിന് 4 മൂലകളുണ്ട്. ഇതാണ് ഈ കോർണർ എന്ന് പറയുന്നത്. 1, 2, 3, 4. അങ്ങനെ എത്രയുണ്ട്? 4 മൂലകൾ അഥവാ കോർണേഴ്സ് ഉണ്ട്. ഇനി ചതുരത്തിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? തിങ്സ് ഇൻ റെക്റ്റാങ്കിൾ ഷേപ്സിൽ നമ്മളുടെ വാതിലിലെ ഡോറ്, അതുപോലെ തന്നെ ജനൽ, വിൻഡോ, പിന്നെ ടെലിവിഷൻ, TV, ദെൻ മൊബൈൽ ഫോൺ, തീപ്പെട്ടിയൊക്കെ റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലേ. പിന്നെ നോട്ട് ബുക്ക്, റബ്ബർ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ റേസർ മായ്ക്കുന്നത്, പിന്നെ ബോക്സ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒക്കെ. ഇനി ഈ ചതുരം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സാണ്. നമുക്ക് ചതുരം ഉപയോഗിച്ച് ഉണ്ടാക്കാം. അതുപോലെ F, പിന്നെ H, I, L, പിന്നെ T, X, Y. ഇതൊക്കെ ചതുരങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപങ്ങളാണ് കേട്ടോ. ശരിക്കും വൈ അല്ല കേട്ടോ, കുറച്ചുകൂടി ആപ്റ്റായിട്ട് വരുന്നത് നമ്മളിങ്ങനെ സൈഡിലേക്ക് എഴുതുന്ന വൈയില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ചതുരം നമുക്ക് ഉണ്ടാക്കി, ഒരു ചതുരക്കട്ട പോലത്തെ ഒരു പേപ്പർ ഇങ്ങനെ ചതുരത്തിൽ വെട്ടിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ യോജിപ്പിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള വൈ കിട്ടും. പക്ഷേ ഇതിലുള്ള വൈ പോലെ ചിലപ്പോൾ പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ചതുരക്കട്ടി ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ചെറിയൊരു ഇതിവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയൊക്കെ, അറിയില്ല, എന്തായാലും ഉണ്ടാക്കി നോക്ക്. ഇതായിരിക്കും കുറച്ചുകൂടി ആപ്റ്റായിട്ട് വരുന്ന വൈ. ഇനി റെക്റ്റാങ്കുലർ ബോക്സ് അഥവാ ചതുരപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പം നമ്മളുടെ തീപ്പെട്ടി അങ്ങനെയൊക്കെ പോലെയുള്ളത്. പിന്നെ മൊബൈൽ ഫോണൊക്കെ വേണമെങ്കിൽ ഒരു ചതുരപ്പെട്ടി എന്ന് പറയാം. പണ്ട് കാലത്തെ ചെറിയ മൊബൈൽ ഫോണുകളൊക്കെ. അത് പിന്നെ ഇഷ്ടിക. അപ്പം അങ്ങനെയുള്ളതിൻ്റെ പ്രത്യേകത എന്താ? 6 മുഖങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ തീപ്പെട്ടി എടുത്തിട്ട്, തീപ്പെട്ടിയുടെ ഇപ്പം നമുക്കത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. തീപ്പെട്ടിയുടെ ആ പരന്ന വലിയ വശങ്ങൾ അത് എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 മുഖമായി. പിന്നെ ആ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഉരയ്ക്കുന്നൊരു 2 വശങ്ങളുണ്ട് അല്ലേ, ഒരു കറുത്ത കുത്തുകളായിട്ട് വൈറ്റിൽ. സാധാരണ മിക്ക തീപ്പെട്ടിക്ക് അങ്ങനെയായിരിക്കും. അപ്പോൾ അത് 2 വശങ്ങൾ. ഇനി ഇത് 2 അല്ലാണ്ടും എന്താണ്, ചെറിയ ചതുരങ്ങൾ പോലത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 6 മുഖങ്ങൾ അഥവാ 6 ഫേസസ് ആണുള്ളത്. ഇനി ഈ റെക്റ്റാങ്കുലർ ബോക്സ് പോലെയുള്ള വസ്തുക്കളാണ് എന്തൊക്കെ? തീപ്പെട്ടി, നമ്മുടെ മാച്ച് ബോക്സ്, പിന്നെ ഇഷ്ടിക, ബ്രിക്ക്, പിന്നെ സോപ്പ് കവറൊക്കെ ഇല്ലേ വാങ്ങുമ്പോൾ കിട്ടുന്നത് ചതുരക്കട്ടയിലായിരിക്കും. പിന്നെ മൊബൈൽ ഫോൺ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ചെറിയ ഫോണുകളാണ് കേട്ടോ. അതായത് ബേസ് മോഡൽ മൊബൈലുകളൊക്കെ ഇപ്പോഴത്തെയും വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും, എന്നാലും ഇത്തിരി പരിധി ഉണ്ടതിന്. പിന്നെ ബസ്സൊക്കെ, മിക്ക വാഹനങ്ങളുടെയും ബസ്സിൻ്റെ ചക്രത്തിൻ്റെ ആ ഒരു ഇത് മാറ്റി അത് ആ ഒരു ഷേപ്പായിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, അതുപോലെ തന്നെ റബ്ബർ. ഇനി ഇത് ഒക്കെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ 52, അതുപോലെ 53, പിന്നെ 55, 60 പേജുകളിലെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെട്ടി ഉണ്ടാക്കാൻ പറ്റുന്നതോ കളർ ചെയ്യുക, അതിനനുസരിച്ച് ആപ്റ്റായിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഇതും നെക്സ്റ്റാണ്. നമുക്കിപ്പോൾ റെക്റ്റാങ്കിളും അതായത് ചതുരവും ത്രികോണത്തിലും വരുന്ന രൂപങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ട, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, റെക്റ്റാങ്കിളും ഉണ്ട്, പിന്നെ ഇവിടെ ത്രികോണമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി അങ്ങനത്തെ തന്നെ മറ്റു രൂപങ്ങളാണ്. അതായത് ത്രികോണം ചതുരമൊക്കെ ഉപയോഗിച്ച് കൂടുതൽ നിർമ്മിക്കാൻ പറ്റുന്ന രൂപങ്ങൾ. ഇത് വരയ്ക്കാനും ശ്രമിക്കുന്നതൊക്കെ, അതുപോലെ തന്നെ കളർ കൊടുക്കുക, അങ്ങനെ ഭംഗിയാക്കി വെട്ടിയൊട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ രൂപങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഇനി ഇത് സ്റ്റിക്സൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ട്രയാങ്കിൾസൊക്കെ, വടികൾ, അങ്ങനത്തെ ചെറിയ ഇർക്കിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇത് കണ്ട, പേസ്റ്റ് സ്റ്റിക്സ് നീറ്റ്ലി ഓൺ എ ചാർട്ട് പേപ്പർ ടു മേക്ക്. ഇങ്ങനത്തെ ഷേപ്പുകളൊക്കെ എന്താണ്, ചാർട്ട് പേപ്പറിലൊക്കെ ഇങ്ങനെ ചെറിയ ഇർക്കിലൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ച്, പശ വെച്ച് ഒട്ടിച്ച് ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഹൗ മെനി സൈഡ്സ് ഡസ് എ റെക്റ്റാങ്കിളിന്? എത്ര സൈഡുകളുണ്ട്? 4 അല്ലേ. ട്രയാങ്കിളിന് 3 സൈഡുമാണുള്ളത്. ഇനി നമുക്കൊരു ചതുരക്കട്ട വരയ്ക്കുന്നുണ്ട് ടീച്ചർ. അപ്പോൾ അതുപോലെ ഒരു ചതുരക്കട്ട അഥവാ റെക്റ്റാങ്കിൾ ബോക്സ് പോലത്തെ റെക്റ്റാങ്കുലർ അത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ വരയ്ക്കേണ്ടത്. ആദ്യം തന്നെ ഒരു ചതുരം വരയ്ക്കുക. കറക്റ്റ് ചതുരം ഒന്നും ആവണമെന്നില്ല കേട്ടോ. ഒരു ചതുരം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ
സെൻട്രലായിട്ട് ഇവിടെ ഒരു കുത്തിടണം കേട്ടോ. എന്നിട്ട് വേണം ആ സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ചതുരം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സുഖമാണ് ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങൾ ഇതൊക്കെ യോജിപ്പിച്ചാൽ മതി കേട്ടോ. ഇത് കോർണറിൽ നിന്ന് യോജിപ്പിക്കണം കേട്ടോ. പിന്നെ ഇത് അതുപോലെ തന്നെ ഇതും ഇപ്പം ഏകദേശം സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ചതുരക്കട്ടേര പോലെ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ ഒരു വട്ടം കൂടി കാണിച്ചു തരാം. എന്നിട്ട് സെൻറ്ററിലൊരു കുത്തിടണം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് കുത്തെന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് വരയ്ക്കണം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അടുത്ത ചതുരം. അത്രേ ഉള്ളൂ. ഇനി പിന്നെ അങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ ഓരോ സൈഡായിട്ട് മൂലകളിങ്ങനെ യോജിപ്പിക്കുക. അപ്പം നമുക്കതൊരു റെക്റ്റാങ്കുലർ ബോക്സ് പോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് ടീച്ചർ വരയ്ക്കാൻ നോട്ടിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വരയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ. ഓക്കെ, താങ്ക് യു.